فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൂടുതൽ സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ചുറ്റുപാടും നിരീക്ഷിക്കുന്ന ആളുകളാണ്. ഒരുപാട് മനുഷ്യര് കാഴ്ച നഷ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് കാഴ്ച കൊടുത്തിട്ടില്ല. കുറേ ആളുകൾക്ക് കേൾവിയില്ല. മാനസികവും ശാരീരികവുമായിട്ടുള്ള വ്യത്യസ്തമായ വൈകല്യങ്ങൾ ഒരു പരീക്ഷണം എന്നോണം അള്ളാഹു നൽകിയിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, നാട്ടിലുണ്ട്. ഇവരൊക്കെ നമ്മൾ കാണുന്നവരാണ്. എന്നാൽ എപ്പോഴെങ്കിലും അള്ളാഹു നമുക്ക് പ്രത്യേകമായി നൽകിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ, അതിലൊന്ന് കാഴ്ചയാണ്, രണ്ട് കേൾവിയാണ്. ഇവയെക്കുറിച്ച് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അതായത് മനുഷ്യന് അള്ളാഹു ചെയ്ത ഏത് അനുഗ്രഹങ്ങളും മനുഷ്യൻ അതിൽ ചിന്തിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ നന്ദി കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. സൂറത്തുൻ നഹ്ലിലെ 75-ാമത്തെ ആയത്താണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ, എന്നെയും നിങ്ങളെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പ് നടത്തിയത് എവിടെയാണ്? ഉമ്മയുടെ ഗർഭപാത്രത്തിലാണ്. വല്ലാഹു അഖ്റജകും, അള്ളാഹുവാണ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്, പുറപ്പെടുവിച്ചിരിക്കുന്നത്. മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന്. ലാ തഅലമൂന ശൈആ, നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല. ഒരു ചെറിയ കുട്ടി ജന്മമെടുക്കുന്ന സമയത്ത് ആ കുട്ടിക്കൊന്നും അറിയില്ല. ഒന്നും അറിയാത്ത അവസ്ഥയിൽ മനുഷ്യക്കുഞ്ഞിനെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് നാമാണ്, അള്ളയാണ്. ലാ തഅലമൂന ശൈആ, നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല. എന്നിട്ട് പിന്നെ പറയാണ് വജഅല ലക്കും അസ്സംഅ വൽ അബ്സാർ വൽ അഫ്ഇദ. മൂന്ന് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ. ഒന്ന് കേൾവിയാണ്, രണ്ട് കാഴ്ചകളാണ്, മൂന്ന് ഹൃദയമാണ്.
ഈ 3 അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകിയത് നമ്മളാണ്, അള്ളയാണ്. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ഉള്ളവരാവാൻ വേണ്ടി. അപ്പൊ നന്ദിയുള്ള ദാസനാവുക അല്ലേ? നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൂടുതൽ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു, നിന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ വരാനിരിക്കുന്ന പാപങ്ങൾ പോലും പുറത്ത് തന്നിട്ടുള്ള അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഇടങ്ങറാവണേ? അപ്പോ ആയിഷ, ഞാൻ നന്ദിയുള്ള ഒരു ദാസനാവണ്ടയോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു നൽകിയ കേൾവി, അള്ളാഹു നൽകിയ കാഴ്ച, അള്ളാഹു നൽകിയ ഹൃദയം, അത് വിശ്വാസികൾക്ക് അള്ളാഹു നൽകിയതിന്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ തൗഹീദ് മനസ്സിലാക്കുക, ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഏകദൈവ വിശ്വാസം മനുഷ്യനിൽ അടിയുറക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തകൾ, ആലോചനകൾ മനുഷ്യന്റെ മനസ്സിൽ നിന്നുണ്ടാവണം. അള്ളാഹുവാണ് ഈ സൃഷ്ടിപ്പ് മുഴുവൻ, ഈ ലോകത്തെ, നിങ്ങളെ, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളയാണ്. അതൊരു വലിയ അത്ഭുതമാണ്. ഇപ്പൊ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ചെറിയ ജീവികൾ തൊട്ട് വലിയ ജീവികൾ വരെ. ഉറുമ്പിനെ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറുമ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്, തേനീച്ചയിൽ നിന്ന് പാഠങ്ങളുണ്ട്. അതുകൊണ്ട് ഖുർആൻ പറയാണ്, അഫലം യസീറു ഫിൽ അർദ് ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആസാനുൻ യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബ് അല്ലതി ഫിസ് സുദൂർ. അല്ലാഹ് എന്താ ചോദിക്കുന്നത്? ഇവർ ഭൂമിയിൽ കൂടി, രാജ്യങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നില്ലേ? സഞ്ചാരം എന്നുള്ളത് അള്ളാഹുവിന്റെ നിഅമത്തുകളും ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് മനുഷ്യൻ ഭൂമിയിൽ കൂടി സഞ്ചരിക്കുന്നില്ലേ? എന്നാൽ അവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഹൃദയങ്ങളും കേട്ടറിയാനുള്ള കാതുകളും ഉണ്ടാകേണ്ടിയിരുന്നു. അപ്പൊ കണ്ണ് എന്ന് പറഞ്ഞാൽ കാണേണ്ടത് കാണണം, കാത് കേൾവി എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടത് കേൾക്കണം. എന്നാൽ വാസ്തവത്തിൽ ബാഹ്യമായി കണ്ണുകൾക്ക് അന്ധത ബാധിക്കുന്നില്ല. കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, അവരുടെ നെഞ്ചിനകത്തുള്ള ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിക്കുന്നത്. വല്ലാത്ത ഒരു പ്രയോഗമാണ്. ബാഹ്യമായിട്ട് കേൾവിശക്തിയുണ്ട്, കാഴ്ചശക്തിയുണ്ട്, കാണേണ്ടത് കാണുന്നില്ല, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുന്നില്ല. നാക്കാലികളെക്കാൾ അധപ്പതിച്ച രൂപത്തിൽ മനുഷ്യനങ്ങനെ ജീവിക്കുകയാണ്. അവസാനം മലക്കുൽ മൗത്ത് വന്ന് അവന്റെ റൂഹ് എടുക്കുന്ന സമയത്താണ് അവനക്ക് ബോധ്യാവുന്നത്, എന്റെ റൂഹ് എടുക്കപ്പെടാൻ പോവുകയാണ്, ഞാൻ മരിക്കാൻ പോവാണ്, നീക്ക് അവസരമല്ല. ആ സമയത്ത് ഖേദിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നബിമാരെ വ്യാജമാക്കിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, അക്രമത്തിന് വിധേയമാക്കിയവരുണ്ട്. അവരോട് ഖുർആൻ ചോദിക്കാണ്, ആദ്, സമൂദ് ഗോത്രങ്ങളൊക്കെ ഇവിടെ ജീവിച്ചുപോയി, അവരുടെ അടയാളപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചരിത്ര അവശിഷ്ടങ്ങൾ ഭൂമിയിലുണ്ട്, പോയി സഞ്ചരിക്കൂ, കാണൂ. ചിലപ്പോൾ അതിന്റെ മുകളിൽ കൂടിയാ നടന്നുപോട്. ചങ്ങാതിമാരെ, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് നൽകപ്പെട്ട കേൾവി, കാഴ്ച, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന 2 അവയവങ്ങളാണത്, നമ്മുടെ കേൾവിയും കാഴ്ചയും. വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന السمع والبصر والفؤاد كل اولئك كان عنه مسؤولا. സൂറത്ത് ഇസ്രായിലെ 36-ാമത്തെ വചനം. നിനക്കറിവില്ലാത്ത കാര്യത്തിന്റെ പിറകെ നീ പോകരുത്, അറിവില്ലാത്തതിന് പിന്നാലെ മനുഷ്യ നീ പോകരുത്. നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ഹൃദയം, ഇതിനെ ഓരോന്നിനെയും അള്ളാഹ് ചോദ്യം ചെയ്യുന്നതാണ്. നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ഓരോന്നും നാളെ പരലോകത്ത് ആദ്യമായി ചോദിക്കപ്പെടുന്നത് നമ്മൾ കുടിച്ച തണുത്ത വെള്ളത്തെക്കുറിച്ചാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? മഴയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ചൂടിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ അള്ളാഹ്ക്ക് നന്ദി കാണിക്കാനുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ കാണാം, കുതിബ അലാ ഇബ്നി ആദം നസീബഹു മിനൽ സിനാ മുദ്രികുൻ ദാലിക ലാ മഹാല ഫൽ ഐനാനി സിനാഹുമാ അൻ-നവർ വൽ ഉസ്നാനി സിനാഹുമാ അൽ ഇസ്തിമാ. മുസ്ലിം ഉദ്ധരിക്കുന്ന
സ്വഹീഹായിട്ടുള്ള വചനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ആദമിന്റെ മകന് വ്യഭിചാരത്തിൽ നിന്നുള്ള അവന്റെ ഓഹരി നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ അടിവരയിടേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്. ആദമിന്റെ സന്തതിക്ക് വ്യഭിചാരത്തിൽ നിന്നുള്ള അവന്റെ ഓഹരി നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരും വ്യഭിചരിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഈ പ്രയോഗം. അതവൻ പ്രാപിക്കുക തന്നെ ചെയ്യും. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, മനുഷ്യൻ അതിലേക്ക് എത്തിപ്പെടും, വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടും. കണ്ണിന്റെ വ്യഭിചാരം ഹറാമായത് നോക്കലാണ്, ചെവിയുടെ വ്യഭിചാരം ഹറാമായത് കേൾക്കലാണ്. ഇത് രണ്ടൊന്നും സംഭവിക്കുന്നില്ലേ സഹോദരന്മാരെ? ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ കണ്ണിന്റെ കാര്യത്തിൽ എത്ര സൂക്ഷ്മത പുലർത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ നമ്മൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് വേണ്ടാത്ത ഒരുപാട് കാഴ്ചകൾ വന്ന് മിന്നിമറിയുമ്പോ അവിടെ നമ്മൾ വെക്കുകയാണ്, എന്നിട്ട് കാണുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു സാധനമാണ് ഇപ്പൊ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഒരു വട്ടമെങ്ങാനും വേണ്ടാത്ത ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഇഷ്ടമുണ്ട് എന്ന് ബോധ്യമാവുമ്പോ പിന്നെ നമുക്ക് വിളമ്പപ്പെടുന്നത് അത്തരം കാഴ്ചകളാണ്. നിരന്തരമായി മെസ്സേജുകളും പരസ്യങ്ങളും അത്തരം കാഴ്ചകളും വന്നുകൊണ്ടിരിക്കുമ്പോ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ കേൾവി ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, من استمع إلى حديث قوم وهم له كارهون أو يفرون منه صب في أذنه الأنف يوم القيامة. ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ മറ്റൊരു വചനം. ആരെങ്കിലും ഒരു ജനതയുടെ സംസാരം അവർക്ക് ഇഷ്ടമില്ലാതെ, ഇഷ്ടമല്ല, അവർക്കത് കേൾക്കുന്ന ഇഷ്ടമല്ല, അത് അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറുമ്പോഴോ ഒളിഞ്ഞു കേട്ടാൽ അന്ത്യനാളിൽ അവന്റെ ചെവിയിൽ ഈഴം ഉരുക്കി ഒഴിക്കപ്പെടും. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഒരാൾക്ക് നമ്മളത് കേൾക്കാൻ താല്പര്യ, എന്നിട്ട് നമ്മളത് കട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഒളിഞ്ഞു കേൾക്കുക, അല്ലെങ്കിൽ അതിനുള്ള റെക്കോർഡിംഗ് സംവിധാനങ്ങൾ വെക്കുക. ഇത് നാളെ പരലോകത്ത് അയാളുടെ ചെവിയിൽ ഈയം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ്. അത്ര കഠോരമായ ശിക്ഷ ലഭിക്കുന്ന കാര്യമാണ് മറ്റുള്ളവരുടെ സ്വകാര്യതകൾ ഒളിഞ്ഞു നോക്കുന്നതും കട്ട് കേൾക്കുന്നതും. സഹോദരന്മാരെ, അതുകൊണ്ട് കാഴ്ച, കേൾവി എന്നുള്ളത് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണ്, നല്ല കാര്യം ചെയ്യാനുള്ളതാണ്, ദീനിന്റെ അറിവ് നേടാനുള്ളതാണ്. ഏറ്റവും വലിയ അറിവെന്താണ്? നിങ്ങളത് ആലോചിച്ച് നോക്കിയേ. കാഴ്ചയും കേൾവിയും അള്ളാഹ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെട്ട ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ് ഓതിയിട്ടുണ്ടെങ്കിൽ 10 പുണ്യാണ്. അലിഫ് ലാം മീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അലിഫ് ലാം മീം എന്ന് പറയുന്നത് 3 അക്ഷരങ്ങളാണെങ്കിൽ 30 പുണ്യുണ്ട്. സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള ആയത്തുകൾ നമ്മൾ ഓതുമ്പോ നമുക്ക് എത്ര പുണ്യാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നോക്കി ഓതുന്നു, തപ്പി ഓതുന്നു, പ്രയാസപ്പെട്ട് ഓതുന്നു, അയാൾക്ക് 2 പ്രതിഫലമാണ്. ഒരാൾക്ക് ഖുർആൻ മര്യാദക്ക് ഓതാൻ അറിയില്ല, എന്നാലും തപ്പിത്തടഞ്ഞ് മുമ്പ് ഓതുകയാണെങ്കിൽ അതിന് 2 പ്രതിഫലം ഉണ്ട്. ഒന്ന് തപ്പിത്തടഞ്ഞോതിയതിനുള്ള പ്രതിഫലം, 2 ഖുർആൻ ഓതിയതിനുള്ള പ്രതിഫലം. രണ്ടാമത്തെ സംഗതി, ഓതാൻ അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കാം. വിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകൾ മനസ്സമാധാനം കിട്ടും, ബർക്കത്ത് കിട്ടും, റഹ്മത്തിറങ്ങും. ഇതൊക്കെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ മുഖം സ്നേഹത്തോടുകൂടി കരുണയോടുകൂടി നോക്കുക എന്നുള്ളത് പുണ്യകർമ്മമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ കൂടെ, ഉപ്പയുടെ കൂടെ, വല്ലിപ്പയുടെ കൂടെ, വല്ലിമ്മയുടെ കൂടെ അല്പസമയം നമ്മുടെ ക്വാളിറ്റി ടൈം നമ്മൾ ചിലവഴിക്കുമ്പോ അത് ഖൈറുണ്ട്, ബർക്കത്തുണ്ട് എന്ന് അള്ളാന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഇസ്ലാമികമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇന്ന് സാർവത്രികമായി നമുക്ക് ലഭ്യമാണ്. നമ്മൾ ഒരു 10 മിനിറ്റ് നല്ല ഒരു സംസാരം കേൾക്കുമ്പോ ആ സംസാരത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിന് ആത്മചൈതന്യം ലഭിക്കുന്നു. സഹോദരങ്ങളെ, ഉപദേശങ്ങൾ നമ്മൾ കേൾക്കണം. ചില മനുഷ്യന്മാരുടെ സ്വഭാവം എന്താ വെച്ചാൽ, എനിക്കൊക്കെ അറിയാം, എനിക്കിഞ്ഞ് ഉപദേശമൊന്നും വേണ്ട, ഞാൻ നല്ല പഠിച്ചിട്ടുണ്ട്. അഹങ്കാരമാണിത്, പിശാചിന്റെ എടുത്തുനിന്ന് വന്ന കാര്യമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുക, സങ്കടം കേൾക്കുക, അവരെ ആശ്വസിപ്പിക്കുക പുണ്യകർമാണ്. അപ്പൊ കേൾവി ഉപയോഗപ്പെടുത്തേണ്ട പോസിറ്റീവായിട്ടുള്ള മാർഗമാണ് സഹോദരങ്ങളെ ഞാൻ പറയുന്നത്. അപവാദ പ്രചരണങ്ങൾ നാട്ടിൽ നടക്കുമ്പോ, സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോ അത് ഏറ്റെടുത്തിട്ട് പർവ്വതീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കൈമാറുമ്പോ, ഷെയർ ചെയ്യുമ്പോ നമ്മൾ നമ്മുടെ കേൾവി ഉപയോഗപ്പെടുത്തുന്നത് മോശപ്പെട്ട കാര്യത്തിനാണ്. പറ്റില്ല. അതുകൊണ്ട് ഗീബത്ത്, നമീമത്ത് ഇതൊക്കെ നമ്മിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. പണ്ട് കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ആശയവിനിമയ സംവിധാനമല്ലല്ലോ ഇപ്പോ. ഒരു മെസ്സേജ് 1 സെക്കൻഡിൽ കൊടുത്താൽ ലോകം മുഴുവൻ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോ അത് ഷർറാണോ ഖൈറാണോ എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം, മുഷാവറ ചെയ്യണം.
അതുകൊണ്ട് അറിവ് നേടാൻ വേണ്ടി കേൾവിയെ ഉപയോഗപ്പെടുത്താം, കണ്ണിനെ ഉപയോഗപ്പെടുത്താം. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ ആയത്തോതുമ്പോ, നല്ല വീഡിയോസ് കാണുമ്പോ, യാത്ര ചെയ്യുമ്പോ, അള്ളാന്റെ അത്ഭുതങ്ങൾ മഹത്വങ്ങൾ മനസ്സിലാക്കുമ്പോ, സഹജീവികളെ കേൾക്കുമ്പോ, ഇതിലൊക്കെ ഹൈറുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും ഏത് കാര്യത്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കുക. അതിനാണ് സാന്ദർഭികമായി ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ കാഴ്ചയെയും കേൾവിയെയും ഉപയോഗപ്പെടുത്താനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഒരുപാട് മനുഷ്യന്മാർ പള്ളിയിൽ വെള്ളിയാഴ്ച പോകുന്നുണ്ട്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഉപദേശങ്ങളോ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളോ ലൈവായി മലയാള ഭാഷയിൽ കൂടി കേൾക്കാനുള്ള അവസരങ്ങൾ അവർക്കില്ല. അല്ലെങ്കിൽ പണ്ഡിതർ എന്ന് അവകാശപ്പെടുന്ന പുരോഹിതന്മാർ അത് തടയുന്നു. വിശുദ്ധ ഖുർആനിന്റെ നൂറ് തടയുന്നവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അധ്യാപനങ്ങൾ പറഞ്ഞുകൊടുക്കാതിരിക്കുന്നു. അപ്പൊ എങ്ങനെ മനുഷ്യന്മാർ നന്നാവും? അപ്പൊ ഇവിടെ ഒരു 20 മിനിറ്റ് ഖുത്ബ നിർവഹിക്കപ്പെടുമ്പോൾ അതിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കേൾക്കുമ്പോൾ ഞാൻ മാറേണ്ടതുണ്ട് എന്നുള്ള ഒരു പാഠം എന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോ നമ്മൾ മാറും. നമ്മൾ ദുആ ചെയ്യണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. ഒരിക്കലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ കൂടെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് സ്വർഗാവകാശിയായിട്ടുള്ള ഒരു വ്യക്തി കടന്നു വരും. സ്വർഗത്തിലേക്ക് പോകാൻ പോകുന്ന ഒരാൾ ഇതാപ്പ കടന്നു വരും. സഹാബികളൊക്കെ ആകാംക്ഷയോടുകൂടി നോക്കുകയാണ്. അപ്പൊ ഒരാളിങ്ങനെ വരികയാണ്. അയാൾ ഉളു എടുത്തിട്ടുണ്ട്. അയാളുടെ താടികളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴുന്നുണ്ട്. അപ്പൊ ഇടത് കൈയില് ചെരുപ്പ് പിടിച്ചിട്ട് അൻസാരിയായിട്ടുള്ള ഒരാളാണ് പള്ളിയിലേക്ക് കടന്നു വന്നത്. ഈ സംഭവം 3 ദിവസം തുടർന്നു. 3 ദിവസം ഇതേ വ്യക്തി ഒരേ സമയത്ത് പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോ സഹാബികൾ ഇങ്ങനെ നോക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിൽ പ്രത്യേകമായിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ എന്തുണ്ടായി? അബ്ദുല്ലാഹിബ്നു അംർബ്നു ആസ് എന്നുള്ള സഹാബി ആ വ്യക്തിയുടെ അമല് എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹം സ്വർഗത്തിലേക്കുള്ള അവകാശിയാണെന്ന് പറഞ്ഞത്? അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ സൽക്കാരത്തിന് വേണ്ടിയിട്ട് അതിഥിയായിട്ട് 3 ദിവസം ഇദ്ദേഹം താമസിക്കുകയാണ്, അബ്ദുല്ലാഹിബ്നു അംർബ്നുൽ ആസ്. എന്നാൽ ഈ 3 ദിവസം അതിഥിയായി നിന്ന സന്ദർഭത്തിൽ രാത്രിയിൽ വലിയ അളവിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന മൂപ്പര് കണ്ടില്ല. നവാഫിലായിട്ടുള്ള സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിക്കുന്നവൻ കണ്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം 3-ാമത്തെ ദിവസം പോരാ നേരത്ത് ഇദ്ദേഹത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങളെ സംബന്ധിച്ച് അള്ളാന്റെ റസൂല് നിങ്ങൾ സ്വർഗത്തിന് അവകാശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെടുത്ത് ഞാൻ അങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള ഒന്നും കണ്ടിട്ടില്ല. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? എനിക്ക് പ്രത്യേകത ഒന്നുമില്ല. നിങ്ങളൊക്കെ ചെയ്യുന്ന അല്ലാത്ത അമലുകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് സ്പെഷ്യലായിട്ടുണ്ട്. അതായത് ഇതാണ്, ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ എന്റെ മനസ്സിൽ ഒരു മുസ്ലിമിനോടും യാതൊരുവിധ അസൂയയോ വിദ്വേഷമോ കപടതയോ ഒന്നും ഞാൻ വെച്ചു പുലർത്താറില്ല. ഞാൻ ഉറങ്ങാൻ നേരത്ത് അസൂയല്ല, പകല്ല, വിദ്വേഷമില്ല, കുശുമ്പില്ല, ഒരാളോട് എനിക്കില്ല. അങ്ങനെ നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഒരു മുസ്ലിമിന് നൽകിയിട്ടുള്ള ഒരു നന്മയിൽ എനിക്കൊരാളോട് അസൂയല്ല. ഇതല്ലേ നമ്മളെടുത്തുള്ളത്? ഇതാണ് ഇദ്ദേഹം സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടാനുണ്ടായ കാരണമെന്ന് ഇദ്ദേഹം ഗവേഷണം നടത്തി അനുഭവത്തിൽ കൂടി പഠിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അസൂയ, പക, വിദ്വേഷം. ഇത് രോഗമാണ്. മറ്റുള്ളവരോട് നമുക്കിത് ഫീൽ ചെയ്യുമ്പോ ഓർക്കല്ല ഇതിന്റെ ഇടങ്ങറ്, നമ്മളാണ് രോഗികളാവുന്നത്. അതുകൊണ്ട് റബ്ബനാ ലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഗില്ല് ഒരാളോട് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവരുത് എന്ന് എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മനസ്സ് നന്മയിലാണ് ചലിക്കേണ്ടത്. ഏത് സമയവും മലക്കുൽ മൗത്ത് വരും, എപ്പോഴും വരാം.
അതിന് ആ അജലെത്തിക്കഴിഞ്ഞ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി റാഹത്തായിട്ട് അള്ളാഹുവെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഹൃദയം ശുദ്ധിയുള്ളതാവണം, നന്മയിൽ ചലിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ കണ്ണുകളെയും കേൾവികളെയും മറ്റനുഗ്രഹങ്ങളെയും അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ, ഇപ്പൊ സംസാരിക്കുന്ന എന്നിൽ ഒരുപാട് അബദ്ധങ്ങൾ അറിഞ്ഞു അറിയാതെയൊക്കെ വന്നുപോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള അബദ്ധങ്ങളും തെറ്റുകളും പോരായ്മകളും ഒക്കെ പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ പള്ളിയിൽ പോലും വന്നിരിക്കുന്ന രോഗികളുണ്ട്. അവർക്ക് അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ, നിഅമത്തുകൾ നൽകട്ടെ. നമുക്കെല്ലാവർക്കും ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وأصحابه أجمعين.